ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോസ്തലന്മാരായ പൗലോസും തിമോഥെയോസും കൊറിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ 7-ാം അധ്യായമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ അധ്യായത്തിൽ 16 വാക്യങ്ങളാണ് ഉള്ളത്. ചോദ്യം 1. കൊറിന്തോസുകാർക്കുള്ള രണ്ടാം ലേഖനം 7-ാം അധ്യായത്തിൽ പൗലോസ് ശ്ലീഹ അവരെ സംബോധന ചെയ്യുന്നത് എങ്ങനെ? ഉത്തരം: പ്രിയപ്പെട്ടവരെ. ചോദ്യം 2. എന്തിൽ നിന്നെല്ലാം നമ്മെ ശുചീകരിക്കണമെന്നാണ് പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാരോട് പറയുന്നത്? ഉത്തരം: ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിൽ നിന്നും. ചോദ്യം 3. നമ്മെ തന്നെ ശുചീകരിച്ച് എന്ത് പരിപൂർണമാക്കാം എന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: ദൈവഭയത്തിൽ വിശുദ്ധി. ചോദ്യം 4. തങ്ങൾക്ക് എവിടെ ഇടമുണ്ടായിരിക്കട്ടെ എന്നാണ് ശ്ലീഹ ആഗ്രഹിക്കുന്നത്? ഉത്തരം: കൊറിന്തോസുകാരുടെ ഹൃദയത്തിൽ. ചോദ്യം 5. കൊറിന്തോസുകാരോട് എന്തെല്ലാം ചെയ്തിട്ടില്ല എന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: ആരെയും ദ്രോഹിച്ചിട്ടില്ല, മുറിപ്പെടുത്തിയിട്ടില്ല, വഞ്ചിച്ചിട്ടില്ല. ചോദ്യം 6. കൊറിന്തോസുകാരെ എന്തിനു വേണ്ടിയാണ് ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? ഉത്തരം: ഒന്നിച്ച് മരിക്കാനും ജീവിക്കാനും വേണ്ടി. ചോദ്യം 7. പൗലോസ് ശ്ലീഹായ്ക്ക് കൊറിന്തോസുകാരിൽ എന്തെല്ലാമുണ്ട്? ഉത്തരം: ഉത്തമ വിശ്വാസവും വലിയ അഭിമാനവും. ചോദ്യം 8. പൗലോസ് ശ്ലീഹ എന്തായിരിക്കുന്നു? ഉത്തരം: ആശ്വാസഭരിതൻ. ചോദ്യം 9. തങ്ങളുടെ ക്ലേശങ്ങളിലെല്ലാം താൻ എന്താണ് എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: ആനന്ദപൂരിതനാണെന്ന്. ചോദ്യം 10. വിശ്രമമില്ലാതിരിക്കുകയും ക്ലേശങ്ങൾ സദാ അലട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്തത് എവിടെ വച്ചാണ്? ഉത്തരം: മക്കെദോനിയായിൽ വച്ച്. ചോദ്യം 11. 2 കൊറിന്തോസ് 7-ാം അധ്യായം 5-ാം വാക്യം അനുസരിച്ച് പൂരിപ്പിക്കുക. പുറമെ ഡാഷ്, അകമേ ഡാഷ്. ഉത്തരം: മത്സരം, ഭയം. ചോദ്യം 12. ആശയറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം എങ്ങനെയാണ് ശ്ലീഹന്മാരെ ആശ്വസിപ്പിച്ചത്? ഉത്തരം: തീത്തോസിൻ്റെ സാന്നിധ്യം വഴി. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചോദ്യം 13. എന്തിലെല്ലാമാണ് തീത്തോസ് ആശ്വാസം നൽകിയത്? ഉത്തരം: സാന്നിധ്യത്താലും കൊറിന്തോസുകാരെ പ്രതി തീത്തോസിനുണ്ടായിരുന്ന സംതൃപ്തി മൂലവും. ചോദ്യം 14. പൗലോസ് ശ്ലീഹ അത്യധികം സന്തോഷിച്ചതെന്തിന്? ഉത്തരം: കൊറിന്തോസുകാർക്ക് ശ്ലീഹായോടുള്ള താൽപ്പര്യത്തെയും സഹതാപത്തെയും തീക്ഷ്ണതയെയും കുറിച്ച് തീത്തോസ് പറഞ്ഞത് കേട്ട്. ചോദ്യം 15. കൊറിന്തോസുകാരെ കുറച്ചു കാലത്തേക്ക് ദുഃഖിപ്പിച്ചതെന്ത്? ഉത്തരം: പൗലോസ് ശ്ലീഹായുടെ എഴുത്ത്. ചോദ്യം 16. ഇപ്പോൾ പൗലോസ് ശ്ലീഹ സന്തോഷിക്കുന്നു, എന്തുകൊണ്ട്? ഉത്തരം: കൊറിന്തോസുകാരുടെ ദുഃഖം പശ്ചാത്താപത്തിലേക്ക് നയിച്ചതുകൊണ്ട്. ചോദ്യം 17. പൗലോസ് ശ്ലീഹ വഴി കൊറിന്തോസുകാർക്ക് ഒരു നഷ്ടവും ഉണ്ടായില്ല, എന്തുകൊണ്ട്? ഉത്തരം: കൊറിന്തോസുകാരുടെ ദുഃഖം ദൈവഹിതപ്രകാരമായിരുന്നതുകൊണ്ട്. ചോദ്യം 18. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം എന്താണ് ജനിപ്പിക്കുന്നത്? ഉത്തരം: രക്ഷാകരമായ പശ്ചാത്താപം. ചോദ്യം 19. മരണത്തിലേക്ക് നയിക്കുന്നതെന്ത്? ഉത്തരം: ലൗകികമായ ദുഃഖം. ചോദ്യം 20. ദൈവികമായ ദുഃഖം കൊറിന്തോസുകാരിൽ ഉളവാക്കിയിരിക്കുന്നത് എന്തെല്ലാം? ഉത്തരം: ഉത്സാഹം, നിഷ്കളങ്കത തെളിയിക്കാനുള്ള താൽപ്പര്യം, ധാർമ്മിക രോഷം, ഭയം, ആകാംക്ഷ, തീക്ഷ്ണത, നീതിവാഞ്ഛ എന്നിവ. ചോദ്യം 21. എല്ലാ പ്രകാരത്തിലും കൊറിന്തോസുകാർ എന്താണ് തെളിയിച്ചിരിക്കുന്നത്? ഉത്തരം: നിർദോഷരാണെന്ന്. ചോദ്യം 22. എന്തിനെ പ്രതിയല്ല ഞാൻ നിങ്ങൾക്ക് എഴുതിയത് എന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: അപരാധം ചെയ്തവനെയോ അപരാധത്തിന് ഇരയായവനെ പ്രതിയോ അല്ല എഴുതിയതെന്ന്. ചോദ്യം 23. എന്തിനു വേണ്ടിയാണ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയത്? ഉത്തരം: അപ്പോസ്തലന്മാരോട് കൊറിന്തോസുകാർക്കുള്ള താൽപ്പര്യം ദൈവസന്നിധിയിൽ വെളിപ്പെടേണ്ടതിന്.
ചോദ്യം 24. ആരുടെ മനസ്സിനാണ് കോറിന്തോസുകാർ ആശ്വാസമേകിയത്? ഉത്തരം തീത്തോസിൻ്റെ. ചോദ്യം 25. പൗലോസ്ലീഹയ്ക്ക് ലജ്ജിക്കേണ്ടി വന്നില്ല. എന്തിന്? ഉത്തരം കോറിന്തോസുകാരെ പ്രശംസിച്ച് തീത്തോസിനോട് സംസാരിച്ചതിൽ. ചോദ്യം 26. തീത്തോസിനോട് തങ്ങൾ മേനി പറഞ്ഞത് സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. എന്തുപോലെ? ഉത്തരം അപ്പസ്തോലന്മാർ കോറിന്തോസുകാരോട് പറഞ്ഞതെല്ലാം സത്യമായിരിക്കുന്നത് പോലെ. ചോദ്യം 27. എന്തിനെക്കുറിച്ചോർത്താണ് തീത്തോസ് വികാരതരളിതനാകുന്നത്? ഉത്തരം കോറിന്തോസുകാരുടെ അനുസരണത്തെക്കുറിച്ചും ഭയത്തോടും വിറയലോടും കൂടെ തീത്തോസിനെ സ്വീകരിച്ചതിനെക്കുറിച്ചും ഓർക്കുമ്പോൾ. ചോദ്യം 28. എന്തിനാലാണ് പൗലോസ്ലീഹ സന്തോഷിക്കുന്നത്? ഉത്തരം കോറിന്തോസുകാരിൽ പരിപൂർണ വിശ്വാസമുള്ളതിനാൽ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹകരിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ഈശോയുടെ നാമത്തിൽ നന്ദി, നമസ്കാരം.